ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് സ്വാഗതമാടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വാഗതമാട് വരെയുള്ള വീഡിയോ ആണ് എടുത്തത്, എടരിക്കോട് നിന്ന് സ്വാഗതമാട് വരെ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്വാഗതമാട് മുതൽ വട്ടപ്പാറ വളവ് വരെയുള്ള വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നേരെ സമയം കണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സ്വാഗതമാടിൽ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആ ഭാഗത്ത് നല്ല പണി നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി നമ്മളെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകുന്നത് വട്ടപ്പാറ പോലെ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നല്ല നല്ല മുഹൂർത്തം, നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. പൂവഞ്ചിന കേട്ടോ, പൂവഞ്ചിന. സ്വാഗതമാട് കഴിഞ്ഞു, അതുപോലെ തന്നെ രണ്ടത്താണി കഴിഞ്ഞിട്ട് പൂവഞ്ചിന. ഈ പൂവഞ്ചിനയിലാണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റല് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ സ്ലാബ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം മൊത്തത്തിലാട്ടോ, ഇത് ഈ പൂവഞ്ചിന ഭാഗമാണത്. എന്നുവെച്ചാൽ നമ്മൾ വട്ടപ്പാറ പോകുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് ഇവിടെ പൊളിച്ചിട്ടുള്ളത് കേട്ടോ. ഇടത് ഭാഗത്ത് നല്ല സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കൂടുതൽ പോയിട്ടില്ല. ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കഞ്ഞിപ്പുര കേട്ടോ. കഞ്ഞിപ്പുര അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു അങ്ങാടിയല്ല, ചെറിയൊരു അങ്ങാടിയാണ്. അപ്പോൾ ഇവിടെ പണികളൊക്കെ എന്താ പറയുക, നടക്കാൻ നിൽക്കുന്നേ ഉള്ളൂ, കാരണം തുടങ്ങിയിട്ടില്ല. ചെറിയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗമൊക്കെ പൊളിച്ചിട്ടില്ല. കാരണം അവിടെ നിന്നൊക്കെ വരുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ആ വെയിലൊക്കെ പോയി നല്ല കാർമേഘം അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഒരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഇപ്പോൾ പുത്തനത്താണി ടൗണിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടൊക്കെ എങ്ങനെ റോഡ് പോകുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പുത്തനത്താണി ടൗണിലാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല റെസ്റ്റുള്ളൊരു ഏരിയ കേട്ടോ. നല്ല റെസ്റ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു ടൗണാണ് പുത്തനത്താണി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ പോകുന്നുണ്ടല്ലേ? ഓക്കെ, നിങ്ങളെ വീട് എവിടെ ഇവിടെ തന്നെയാണോ? അല്ല, ഈ ഒരു ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്നില്ല അല്ലേ? ആ, ശരി. അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് വരും, ആ വളവ് ഒഴിവാക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഇങ്ങനെ കാണാം, അടുത്ത കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളെ മുഹമ്മദ് റാഫിക്കുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാമോ. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ റോഡ് പോകുന്നതെന്ന്? പുത്തനത്താണിൽ നിന്ന് ടൗണിൽ ടച്ച് ചെയ്യാതെ, ടൗണിൽ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും പോകാതെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ക്രോസ് ആയിട്ട് മറ്റേ അതിരമട ജംഗ്ഷൻക്കത്തിന് മുന്നായിട്ട് വന്ന് ചെന്ന് കയറും. ഇല്ല, അതിരമട മുന്നായി ചെന്ന് കയറും. ടൗണിലല്ലാതെ കുറേ ബിൽഡിംഗ് ഒഴിവാക്കിയിട്ടാണ് പോണത്. ഈ ഒരു ഭാഗം ഒന്നും ടച്ച് ആവുന്നില്ല അല്ലേ? സെൻട്രൽ ഭാഗം ടച്ച് ആവുന്നില്ല. ബസ് സ്റ്റാൻഡ് മുന്നിൽ വന്നിട്ട് ഇവിടെ ജംഗ്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ബസ് സ്റ്റാൻഡ്, ഈ കവാടത്തിന്റെ മുന്നിൽ
അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുങ്കത്തെത്തി കഴിഞ്ഞാൽ ചുങ്കത്തെ ടാനിങ് ഒഴിവാക്കി ചുങ്കത്ത് മദ്രസയുടെ ബാക്കിലൂടെ ഒരു പാലം എന്താ പണിഞ്ഞിട്ട് അങ്ങനെ ചുങ്കൻ ടൗണും ഇതേമാതിരി ടാനിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ വെട്ടിച്ചിറക്കാട് കയറാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അറിഞ്ഞത്. ഇനി ബാക്കി റോഡ് വരുമ്പോൾ കാണാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ചുങ്കത്തെത്തിയിട്ടുണ്ട്. ചുങ്കം അങ്ങാടിയാണിത്, വലിയ ടൗണൊന്നല്ല. ഇവിടെ ബൈപ്പാസ് ആട്ടോ. ഈ റോഡ് ഒഴിവാക്കിയിട്ടാണ് അത് നമുക്ക് കാണിക്കാം. ഹലോ അതോ ഇവിടെ വലിയ കുഴിയുണ്ട് കേട്ടോ, അതിക്ക് ചാടല്ലേ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കത്താണ്. ചുങ്കം ബൈപ്പാസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ചുങ്കം അങ്ങാടിയിൽ നിന്ന് ഈ ഒരു ബൈപ്പാസ് കയറിയിട്ട് ഇവിടെ ഒരു വളവ് വരുന്നുണ്ട്. ആ വളവ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബൈപ്പാസ് നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വലിയൊരു കുഴിയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയി ഒരു റിസ്ക് ഏരിയയാണ്. ഇവിടെ അതാണ്ട് തെങ്ങുകളൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ട്, മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പാറ കരിങ്കല്ലാന്ന് തോന്നിട്ടോ, പുകയൊക്കെ പോകുന്നുണ്ട് വാരുമ്പോഴേ. അപ്പോൾ ചുങ്കത്തു നിന്നുള്ള ഒരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നിറച്ച് പൊടിയാണ് ആവശ്യം. അത് ശരി, ഇവിടെ ഈ ഒരു ഏരിയ തന്നെ അല്ല, കുറഞ്ഞ ഏരിയ ഉള്ളൂ ഈ ബൈപ്പാസ്. ഈ ചുങ്കത്തുനിന്ന് അത് ശരി, ഇവിടുന്ന് പാലല്ല അങ്ങോട്ടല്ലേ. പാറത്തിൻ്റെ പാറമ്പന്നെ കിട്ടേണ്ടി വരും. ആ ശരിയാ, നന്നായിട്ട് മാതിരി കേട്ടോ, നന്നായിട്ട് മാതി വലിയൊരു കുഴിയായിട്ടുണ്ട്. കരിങ്കല്ലാണല്ലേ. അപ്പോൾ വലിയൊരു കുഴിയാണ് കേട്ടോ, വലിയൊരു കുഴിയാണ്. ഇവിടെ പില്ലർ വരാനുള്ളതെന്നാണ് പറഞ്ഞത്. ശരി, ഇപ്പം ഇവിടെ ഉള്ളതന്നെ ഈ വലിയ ആവശ്യം മണ്ണുണ്ടോ, സംസാരമുണ്ടോ നോക്കേ. ശരി, അപ്പോൾ നമുക്ക് ഇനി അടുത്ത അങ്ങോട്ട് പോകട്ടോ, ആ സൈഡിലേക്ക്. ഇവിടെ മേൽപ്പാലാണ് വരുന്നത് കേട്ടോ. ഇവിടെ കാരണം ഒരു കുയ്യാണ്. ആ റോഡ് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ആ കുന്നാണ്. ആ കുന്നത്തു നിന്ന് നേരെ ഇതൊരു ഒരു കുണ്ടായിട്ടോ ഇങ്ങനെ പോയിട്ട് താഴ്ന്ന് പൊങ്ങുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഫില്ലർ ഇട്ടിട്ട് മേൽപ്പാലാണ് വരുന്നത്. വെച്ചിട്ടില്ല. കുണ്ടാണ്. ये क्या है? इधर कोयल कनर आटा, कोयल कनर वो मोटर नहीं निकाला, अंदर मोटर है ये रहा। अच्छा अभी चलता है ये, किधर जाता है तार? नहीं सर। अच्छा वो मोटर है इसका अंदर, उसका तार है ना निकल गया शायद, वो बांधा हुआ टायर है ना, वो कह रहे वो टूट गया इसलिए वो निकाल नहीं सकता. അപ്പോൾ ഇവിടെ എന്താണ് ഒരു കോയിൽ കിണറുണ്ട്. ഒരു കോയിൽ കിണറിൻ്റെ പൈപ്പും ഉണ്ട്, അതിൻ്റെ വയറും ഉണ്ട്, ടയറില്ല. അപ്പോൾ അത് പൊട്ടി. സുർജിത് आपका नाम क्या है? किधर का है आप? मध्य प्रदेश का है, दोनों मध्य प्रदेश का है. आप झारखंड का, आप मध्य प्रदेश का. ओके अच्छा इसका ड्राइवर है. अच्छा ओके थैंक यू. അപ്പോൾ ഇവിടെ കോരുന്ന മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഇവിടെ നിന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകുള്ള അടുത്ത സ്ഥലത്തേക്കാണ്. വെട്ടിച്ചിറ ഭാഗം ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടിച്ചിറയാണ്. വെട്ടിച്ചിറ ഈ ഒരു വലിയ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടെ റോഡ് വരുന്നതെന്ന് വെച്ചാൽ ചുങ്കത്തുനിന്ന് നേരെ അങ്ങോട്ട് കയറി വന്ന് ഇതാ കുറച്ച് അപ്പുറത്ത് ഒരു വലിയ ബിൽഡിങ് പൊളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഈ ഒരു സൈഡിൽ കൂടി തന്നെ ഇങ്ങനെയാണ് ഈ റോഡ് വരുന്നത്. അതാ ഇവരെ മതിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവരെ ആദ്യം ഉണ്ടായിരുന്ന മതിൽ ഈ ഒരു ഏരിയ തോന്നിട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. ഇതൊക്കെ അവിടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും കൂടി ആയിട്ടാണ് ഇവിടുന്ന് സ്ഥലം എടുക്കുന്നത് കേട്ടോ. 6 വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുന്നത് ഈ രണ്ട് ഏരിയയും കൂടി കൂടിയിട്ടാണ്. ഓക്കെ.
വെട്ടിച്ചിറയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെട്ടിച്ചിറ എത്തിയിട്ടുണ്ട്. ചുങ്കം കഴിഞ്ഞു. അതിൻ്റെ അടിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു. അപ്പോൾ വെട്ടിച്ചിറ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കഞ്ഞിപ്പുര കേട്ടോ. കഞ്ഞിപ്പുര അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു അങ്ങാടിയല്ല, ചെറിയൊരു അങ്ങാടിയാണ്. അപ്പോൾ ഇവിടെ പണികളൊക്കെ എന്താ പറയുക നടക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. കാരണം തുടങ്ങിയിട്ടില്ല. ചെറിയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് വളാഞ്ചേരിക്കാണ് കിടക്കാനുള്ളത്. കാരണം ഈ ഒരു ഭാഗമൊക്കെ പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് വട്ടപ്പാറ വളവാട്ടോ. ഇനി വരാനുള്ളത് വട്ടപ്പാറ വളവാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ പറയുക ഒരു മേൽപ്പാലാണ് വരുന്നതാണ്. കാരണം ഈ ഒരു വലിയ വളവ് ഒഴിവാക്കിയിട്ട് മേൽപ്പാലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം ഇവിടെയാവും വരിക കേട്ടോ, ഈ വട്ടപ്പാറ. വട്ടപ്പാറ വളവിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. വട്ടപ്പാറ അവിടെ അങ്ങനെ ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ വട്ടപ്പാറയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.